Male reproductive system. In this session, we are going to analyze the structural as well as functional aspects of human male reproductive system. അപ്പോൾ ആദ്യമേ തന്നെ മെയിൽ റിപ്രഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ കമ്പോണൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ പെയർ ഓഫ് ടെസ്റ്റസ്. ടെസ്റ്റസ് ആണ് സ്പേമിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് അതിന് നറീഷ്മെൻറ്റ് കൊടുക്കുന്നതും. സ്പേം എന്ന് പറയുന്നത് മെയിൽസിൻ്റെ ഗ്യാമേറ്റ് ആണ്. ഓവം എന്ന് പറയുന്ന ഫീമെയിൽ ഗ്യാമേറ്റുമായിട്ട് ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ നടന്നാണ് പുതിയൊരു ഓർഗാനിസം ഉണ്ടാകുന്നത്. അപ്പോൾ ടെസ്റ്റിസിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്പെർമാറ്റോജെനസിസ് ആണ്. ദാറ്റ് ഈസ് ദ പ്രൊഡക്ഷൻ ഓഫ് സ്പേം. ഇൻ അഡീഷൻ ടു ദാറ്റ് ടെസ്റ്റിസ് ഓൾസോ ഇറ്റ് ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദ നറീഷ്മെൻറ്റ് ഓഫ് സ്പേംസ്. ഇനിയുള്ളത് സ്പേമിനെ ടെസ്റ്റിസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്ന കുറേ ട്യൂബ് സിസ്റ്റമാണ്, ഡക്ട്സ് ആണ്. ഡക്ട്സ് ദാറ്റ് ക്യാരി സ്പേംസ് ആൻഡ് അതർ സെക്രീഷൻസ് ഫ്രോം ദ ടെസ്റ്റിസ് ആൻഡ് അതർ പാർട്സ്. ദെൻ ഗ്ലാൻഡ്സ് അസോസിയേറ്റഡ് വിത്ത് ദ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, സെമിനൽ വെസിക്കിള്, ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്, ഇതുപോലുള്ള കുറേ ഗ്ലാൻഡ്സ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. Then the external genitalia, that is the penis, male organ. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ടെസ്റ്റിസ് എന്ന് പറയുന്ന മേജർ ഓർഗൻ്റെ മൈക്രോ അനാട്ടമി, സ്ട്രക്ചറൽ ഡീറ്റെയിൽസ്, അതിൻ്റെ ഫങ്ഷണൽ ആസ്പെക്ട്സ് അതൊക്കെ ഡിസ്കസ് ചെയ്യാം. ഇത് ഒവോയിഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഒരു പെയർ മെയിൽസിൽ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ സൈസ് വൈസ് പറയുവാണെങ്കിൽ ഇതിന് 5 സെൻറ്റിമീറ്റർ ലെങ്ത്തും ആവറേജ് 3 സെൻറ്റിമീറ്റർ വിഡ്ത്തും ഒക്കെ വരും. അപ്പോൾ ഇത് ആവറേജ് ആയിട്ടുള്ള ഡയമെൻഷനാണ് പറഞ്ഞത്. ഇത് മെയിൽസിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ സാക്കിലാണ്, സാക്ക് ലൈക്ക് കവറിങ്ങിലാണ്. ആ സ്പെഷ്യൽ സാക്ക് ലൈക്ക് കവറിങ്ങിന് പറയുന്ന പേരാണ് സ്ക്രോട്ടം. അപ്പോൾ സ്ക്രോട്ടം എന്ന് പറയുന്ന ബാഗ് ലൈക്ക് സ്ട്രക്ചറിലാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം സ്ക്രോട്ടത്തിനകത്ത് ടെസ്റ്റിസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫിഗർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് കാണാൻ സാധിക്കും. സ്ക്രോട്ടം എന്ന് പറയുന്ന ബാഗ്, ദെൻ ടെസ്റ്റിസ്. ഇനി ടെസ്റ്റിസിനെ നമ്മൾ സ്ട്രക്ചർ വൈസ് അതിൻ്റെ മൈക്രോ അനാട്ടമി എടുത്ത് നോക്കുകയാണെങ്കിൽ ടെസ്റ്റിസിന് ഒരു തിക്കായിട്ടുള്ള ഫൈബ്രസ് കവറിംഗ് ഉണ്ട്. ദാറ്റ് തിക്ക് ഫൈബ്രസ് കവറിംഗ് ഈസ് നോൺ ആസ് ടൂണിക്ക ആൽബൂജിനിയ. ഇങ്ങനെയുള്ള തിക്ക് കവറിംഗ് ഒക്കെ ഉള്ള ടെസ്റ്റിസിൽ പലതരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ടെസ്റ്റിസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് പലതരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഈ കമ്പാർട്ട്മെൻറ്റ്സിന് പറയുന്ന പേരാണ് ലോബ്യൂൾസ്. ഏകദേശം 200 തൊട്ട് 300 വരെ ലോബ്യൂൾസ് ഒരു ടെസ്റ്റിസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോബ്യൂൾസിനകത്ത് അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ്സിനകത്ത് വളരെ കോയിൽഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ചെറിയ ട്യൂബ്സ് ഉണ്ട്. ദാറ്റ് ട്യൂബ്സ് ആർ നോൺ ആസ് സെമിനിഫെറസ് ട്യൂബ്യൂൾസ്. ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസിലാണ് ആക്ച്വലി സ്പേമിൻ്റെ പ്രൊഡക്ഷന് നടക്കുന്നത്. സ്പേമിൻ്റെ പ്രൊഡക്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സെൽസും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്ന ലോബ്യൂൾസിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന കൺവല്യൂട്ടഡ് സ്മോൾ ട്യൂബ്യൂൾസ് ആണ്. ഇനി ഈ സെമിനിഫെറസ് ട്യൂബ്യൂൾസ്, ഓരോ കമ്പാർട്ട്മെൻറ്റിലുമുള്ള സെമിനിഫെറസ് ട്യൂബ്യൂൾസ് ബേസ് വഴി ജോയിൻ്റ് ആണ്. അത് ടെസ്റ്റിസിനകത്ത് തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കും. ആ നെറ്റ്വർക്ക് പോർഷന് പറയുന്ന പേരാണ്, അതായത് ഇപ്പോൾ മൗസ് ഇങ്ങനെ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ പോർഷന് പറയുന്ന പേരാണ് റെറ്റെ ടെസ്റ്റിസ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് നിങ്ങൾക്ക് റെറ്റെ ടെസ്റ്റിസ് വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ സെമിനിഫെറസ് ട്യൂബ്യൂൾസ് എല്ലാം ബേസ് കൊണ്ട് ജോയിൻ ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റിസിനകത്ത് തന്നെ ഉള്ളൊരു പോർഷനാണ്, നെറ്റ്വർക്കാണ് റെറ്റെ ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ടെസ്റ്റിസിന് പുറത്തേക്ക് സ്പേമിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ട്യൂബുലാർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ട്യൂബുലാർ സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്, ഔട്ട്സൈഡിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പിഡൈഡമിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കൊണ്ടാണ്. അപ്പോൾ എപ്പിഡൈഡമിസ് ആണ് നിങ്ങളിവിടെ ഗ്രീൻ കളറിൽ കാണുന്നത്. ഈ എപ്പിഡൈഡമിസിന് 3 പോർഷനാണുള്ളത്. ഒന്ന്
ടെസ്റ്റിസുമായിട്ട് അതിൻ്റെ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ടെസ്റ്റിസ് അതുമായിട്ട് വളരെയധികം അടുത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന ഹെഡ് എന്ന് പറയുന്ന റീജിയൻ. പിന്നെയുള്ളത് ഒരു സംവാട്ട് പെർപെൻഡിക്കുലർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന കൺവല്യൂട്ടഡ് പോർഷൻ, കോയിൽഡ് ആയിട്ടുള്ള പോർഷൻ. ദാറ്റ് പോർഷൻ ഈസ് നോൺ ആസ് ബോഡി ഓഫ് ദ എപ്പിഡൈഡമസ്. പിന്നെ വരുന്നത് ലാസ്റ്റ് ഡിസ്റ്റൽ പോർഷൻ, ദാറ്റ് ഈസ് ദ ടെയിൽ ഓഫ് ദ എപ്പിഡൈഡമസ്. അപ്പോൾ ഇതെല്ലാം സ്ക്രോട്ടൽ സാക്കിനകത്താണ് വരുന്നത്. ഇനി അടുത്ത പോർഷനാണ് എപ്പിഡൈഡമസ് കഴിഞ്ഞാൽ സ്പേമിന് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്യൂബുലാർ സിസ്റ്റമാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന സിംഗിൾ ട്യൂബ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വാസ് ഡിഫറൻസിൻ്റെ പോർഷൻസ് കൺവല്യൂട്ടഡ് ആയിരിക്കും, അതായത് കോൾഡ് ആയിരിക്കും. പിന്നീട് അത് സ്ട്രെയിറ്റ് ആയിട്ട് മാറും. വാസ് ഡിഫറൻസ് അല്ലെങ്കിൽ ഡക്ടസ് ഡിഫറൻസ് എന്നും പറയാറുണ്ട്. വാസ് ഡിഫറൻഷ്യ പ്ലൂറൽ ആയിട്ടുള്ള നെയിം അതാണ്. അതായത് രണ്ട് സൈഡിലും ഇതെല്ലാം പെയറായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതായത് രണ്ട് ടെസ്റ്റിസ് ആണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ റിട്ടഡ് ടെസ്റ്റിസും എപ്പിഡൈഡമസിൻ്റെ പോർഷൻസും അതുപോലെ തന്നെ വാസ് ഡിഫറൻസും എല്ലാം പെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റിട്ടഡ് ടെസ്റ്റിസ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എപ്പിഡൈഡമസ്, അതിൻ്റെ ഹെഡ് റീജിയൻ, ദെൻ ബോഡി, ദെൻ ടെയിൽ റീജിയൻ. ഹിസ്റ്റോളജിക്കൽ അനാലിസിസ് ടെസ്റ്റിസിനകത്ത് നടത്തുകയാണെങ്കിൽ അതിനകത്ത് പലതരത്തിലുള്ള സെൽസ് ഉണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ട് വരുന്ന സെൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് കാറ്റഗറിയാണ് ലേഡിക് സെൽസ്. അത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇൻട്രസ്റ്റീഷ്യൽ സ്പേസിലാണ് വരുന്നത്. അതായത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് തമ്മിലുള്ള ഗ്യാപ്പിലാണ് ഈ ലേഡിക് സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സെമിനിഫറസ് ട്യൂബ്യൂൾസിനെ സറൗണ്ട് ചെയ്ത് എക്സിസ്റ്റ് ചെയ്യുന്ന സെൽസാണ് ലേഡിക് സെൽസ്. ഇവയ്ക്ക് സ്പെർമാറ്റോജെനസിസിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. ദേ പ്രൊഡ്യൂസ് ടെസ്റ്റോസ്റ്റിറോൺ, അതായത് മെയിൽ സെക്സ് ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ള സെൽസാണ് ലേഡിക് സെൽസ്. ഇനി ഉള്ള സെൽസ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ അകത്താണ് വരുന്നത്. രണ്ട് കാറ്റഗറിയാണ് ഉള്ളത്. സ്പെർമാറ്റോജീനിക് സെൽസ് എന്ന് പറഞ്ഞാൽ ഈ സെൽസാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് സ്പെർമാറ്റോജെനസിസിന് വിധേയമാകുന്നത്. അതായത് പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് നടന്ന് ഈ സെൽസ് സ്പേംസ് ആയിട്ട് മാറുന്നു. 3 കാറ്റഗറിയാണ് സ്പെർമാറ്റോജീനിക് സെൽസ് ഉള്ളത്. സ്പെർമാറ്റോഗോണിയ, സ്പെർമാറ്റോസൈറ്റ്, ദെൻ സ്പെർമാറ്റിഡ്സ്. ഇത് എന്തൊക്കെയാണ്, ഇവയുടെ പ്രത്യേകതകൾ എന്താണ്, ഇതുപോലുള്ള കാര്യങ്ങൾ സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന ആ കോണ്ടസ്റ്റിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഇവിടെ ജസ്റ്റ് അവരുടെ പേരുകൾ മാത്രം ഓർത്തിരിക്കുക. ദെൻ സെക്കൻഡ് കാറ്റഗറിയാണ് സെർട്ടോളി സെൽസ്. ഇപ്പോൾ സെർട്ടോളി സെൽസ് സ്പെർമാറ്റോജെനസിസിനെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സെൽസാണ്. അവയുടെ ഫങ്ഷൻസ്, അവയുടെ ഫങ്ഷണൽ ഡീറ്റെയിൽസ് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സെക്ഷൻ ഹിസ്റ്റോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ടെസ്റ്റിസിൻ്റെ നിങ്ങളിവിടെ കാണുന്നത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബുളിൻ്റെ ബൗണ്ടറിയാണ് ഇത്. അതിനകത്തുള്ളതെല്ലാം ട്യൂബുളിനകത്തുള്ള സെൽസും സ്ട്രക്ചേഴ്സുമാണ്. ഇനി ബാക്കി വെളിയിലുള്ളത് എല്ലാം ഇൻഡസ്ട്രീഷ്യൽ സ്പേസിൽ ഉള്ള സ്ട്രക്ചേഴ്സും സെൽസും ഒക്കെയാണ്. അപ്പോൾ ഇവിടെ ലേഡിക് സെൽസ് എന്ന് പറയുന്ന സെമിനിഫറസ് ട്യൂബുൾസിനെ സറൗണ്ട് ചെയ്യുന്ന സെൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അകത്ത് നോക്കുകയാണെങ്കിൽ, സെമിനിഫറസ് ട്യൂബുൾസിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ പോയിൻ്റ് ചെയ്തിരിക്കുന്ന ആ പോർഷനാണ് സെർട്ടോളി സെൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ സെർട്ടോളി സെൽസ് ഉണ്ട്. പിന്നെയുള്ളത് സ്പെർമാറ്റോഗോണിയം എന്ന് പറയുന്ന സ്പെർമാറ്റോജീനിക് സെൽസ്. ഇതാണ് സ്പേംസ് ആയിട്ട് മാറുന്നത്. പിന്നെ ഫൈനലി ആ സ്പെർമാറ്റോജീനിക് സെൽസിൽ നിന്നുണ്ടായ സ്പേംസ്, ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തിരിക്കുന്ന സ്പേംസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇൻസൈഡ് ഒരു ലുമനുണ്ട്, ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഹിസ്റ്റോളജിക്കലായിട്ട് ടെസ്റ്റിസിൻ്റെ പോർഷൻസ്, അതിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഓർക്കേണ്ട സെൽസ് ഏതൊക്കെയാണ്? ലേഡിക് സെൽസ്, സെർട്ടോളി സെൽസ്, സ്പെർമാറ്റോജീനിക് സെൽസ്. അപ്പോൾ ഈ സെൽസിൻ്റെ ഫങ്ഷൻ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്യാം. സ്പെർമാറ്റോജെനസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്, ദാറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് സ്പേംസ്, ഇറ്റ് ഈസ് കൺട്രോൾഡ് ബൈ
ദ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ തന്നെ ആൻറ്റീരിയർ ലോബ്, അതാണ് സ്പെർമാറ്റോജെനസിസിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ സ്പെർമാറ്റോജെനസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൻ്റെ ആൻറ്റീരിയർ ലോബ് 2 തരത്തിലുള്ള ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യും. FSH ആൻഡ് LH. FSH മീൻസ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ദെൻ LH മീൻസ് ലൂട്ടിനൈസിങ് ഹോർമോൺ. ഈ ഹോർമോണിൻ്റെ ആക്ഷൻ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സെൽസിൽ നടക്കുന്നത് എന്നൊക്കെയുള്ള കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആദ്യമേ തന്നെ FSH റിലീസ്ഡ് ആകുമ്പോഴേക്കിന് FSH സെർട്ടോളി സെൽസിനെ ആക്ടിവേറ്റഡ് ആക്കും. ഈ സെർട്ടോളി സെൽസ് അപ്പോൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യും, ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ഈ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ്. ആ പർട്ടിക്കുലർ പ്രോട്ടീൻ FSHൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് സെർട്ടോളി സെൽസ് എക്സ്പ്രസ് ചെയ്യും. ഇനി ലൂട്ടിനൈസിങ് ഹോർമോൺ അത് ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് ലേഡിക് സെൽസിൻ്റെ ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡക്ഷൻ അതിനെ ഇനീഷ്യേറ്റ് ചെയ്യിക്കും. അതായത് LH ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് ലേഡിക് സെൽസിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഒരു ആൻഡ്രോജനാണ്, മെയിൽ ഹോർമോണാണ്. അപ്പോൾ ഈ ടെസ്റ്റോസ്റ്റിറോൺ ഈ സെമിനിഫറസ് ട്യൂബിൾസിനകത്തുള്ള സെർട്ടോളി സെൽസ് എക്സ്പ്രസ് ചെയ്ത ആ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്യും. ഈ ഇൻട്രാക്ഷനാണ്, അതായത് ടെസ്റ്റോസ്റ്റിറോൺ വിത്ത് ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ, ആ ഇൻട്രാക്ഷനാണ് സ്പെർമാറ്റോജെനസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് സ്പെർമാറ്റോജീനിക് സെൽസ് അപ്പോൾ അവ പലതരത്തിലുള്ള ട്രാൻസ്ഫോർമേഷന് വിധേയമായിട്ട് ഫൈനലി സ്പേംസ് ഉണ്ടാകുന്നു. ഹോർമോണൽ കൺട്രോൾ അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ മെക്കാനിസം, റെഗുലേറ്ററി മെക്കാനിസം ഒന്നുകൂടെ പറയാം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ആണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോർമോണൽ കൺട്രോൾ നടത്തുന്നത്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ലോബ് 2 തരത്തിലുള്ള ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും, FSH ആൻഡ് LH. FSH സെർട്ടോളി സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് ഒരു പ്രോട്ടീനെ എക്സ്പ്രസ് ചെയ്യും, ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീൻ. ദെൻ LH ലൂട്ടിനൈസിങ് ഹോർമോണ് ലേഡിക് സെൽസിനെ ആക്ടിവേറ്റ് ചെയ്ത് അവയിൽ നിന്ന് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ആൻഡ്രോജനെ ഉൽപ്പാദിപ്പിക്കും. ആ ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ്രോജൻ ബൈൻഡിങ് പ്രോട്ടീനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് സ്പെർമാറ്റോജെനിസിസ് ഇനീഷ്യേറ്റ് ചെയ്യിപ്പിക്കും. സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് ഉണ്ടായിരിക്കുന്ന സ്പേംസ് എങ്ങനെയാണ് പെനിസ് വഴി പുറത്തേക്ക് പോകുന്നത്, അതിൻ്റെ പാത്ത് ഏതാണ് എന്നുള്ള കാര്യമാണ് ഇനി നമുക്ക് ഒന്ന് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് സ്പേം ഉണ്ടാകുന്നു. സ്പേം സെമിനിഫറസ് ട്യൂബിൾസിൽ നിന്ന് ടെസ്റ്റിസിനകത്ത് ഉള്ള റെറ്റൈഡ് ടെസ്റ്റിസ് എന്ന് പറയുന്ന പോർഷനിലെത്തുന്നു, എപ്പിഡൈഡമസിലെത്തുന്നു, പിന്നീട് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന നോൺ കൺവല്യൂട്ടഡ് ആയിട്ടുള്ള ട്യൂബുലാർ പോർഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ വാസ് ഡിഫറൻസ് ആണ് ഇവിടെ പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. വാസ് ഡിഫറൻസ് യൂറിനറി ബ്ലാഡറിനെ കവർ ചെയ്ത് അതിൻ്റെ പുറകുവശത്ത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ആ ഗ്ലാൻഡിൻ്റെ ഡക്റ്റുമായിട്ട് യുണൈറ്റ് ചെയ്ത് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡക്റ്റായിട്ട് മാറുന്നു. ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിലേക്ക് യൂറിനറി ബ്ലാഡറിൻ്റെ ഡക്ട്സും അതുപോലെ തന്നെ ഈ സെയിം പൊസിഷനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വേറൊരു ഗ്ലാൻഡ് ഉണ്ട്, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഡക്റ്റും യുണൈറ്റ് ചെയ്യുന്നു. എന്നിട്ടൊരു കോമൺ ആയിട്ടുള്ള യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ഫോം ചെയ്യുന്നു. അതായത് യൂറിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും സ്പേം റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ സെയിം ഡക്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ് ഉണ്ടായി. പിന്നീട് പെനിസിനകത്തൂടെ അത് യൂറിത്ര എന്ന് പറയുന്ന ട്യൂബായിട്ട് പോകുന്നു. ഫൈനലി യൂറിത്രൽ ഓപ്പണിംഗ് വഴി, ഓറിഫൈസ് വഴി അത് പുറത്തേക്ക് റിലീസ്ഡ് ആകുന്നു. അപ്പോൾ സ്പേമിൻ്റെ ആ ട്രാൻസ്ഫർ പാത്ത് അത് നമുക്കൊന്ന് ഫ്ലോ ചാർട്ട് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്യാം. സെമിനിഫറസ് ട്യൂബിൾസിലുണ്ടാകുന്ന സ്പേം റെറ്റൈഡ് ടെസ്റ്റിൽ എത്തിച്ചേരുന്നു. റെറ്റൈഡ് ടെസ്റ്റിസിൽ നിന്ന് എപ്പിഡൈഡമസ്, എപ്പിഡൈഡമസിൽ നിന്ന് വാസ് ഡിഫറൻസ്, ദെൻ ഇജാക്കുലേറ്ററി ഡക്റ്റ്, ദെൻ യൂറിനോ ജെനിറ്റൽ ഡക്റ്റ്, ഫൈനലി ത്രൂ യൂറിത്രൽ ഓപ്പണിംഗ് ഔട്ട്സൈഡ് എൻവയോൺമെൻറ്റിലേക്ക് റിലീസ്ഡ് ആവുന്നു.
മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പലതരത്തിലുള്ള ഗ്ലാൻസ് ഉണ്ട്. ആ ഗ്ലാൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. ആദ്യത്തെ കാറ്റഗറിയാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് പെനിസ്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ ലൊക്കേഷൻ. ആ ലൊക്കേഷൻ നിങ്ങൾക്ക് ഈ ഫിഗറിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ പോയിൻ്റ് ചെയ്തിരിക്കുന്ന പോർഷനാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്. ദാറ്റ് കംസ് ഇൻ ബിറ്റ്വീൻ ദ യൂറിനറി ബ്ലാഡർ ആൻഡ് പെനിസ്. അപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സെക്രീറ്റ്സ് എ ഫ്ലൂയിഡ് ദാറ്റ് നറീഷസ് ആൻഡ് പ്രൊട്ടക്ട്സ് ദ സ്പേം. അപ്പോൾ ടെസ്റ്റിസ് ഉൽപ്പാദിപ്പിക്കുന്ന സ്പേമിന് പ്രോപ്പറായിട്ട് നറീഷ്മെൻറ്റ് അതുപോലെ തന്നെ പ്രൊട്ടക്ഷനും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡിനെ സെക്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കമ്പോണൻസ് എല്ലാം ആ പർട്ടിക്കുലർ ഫ്ലൂയിഡിനകത്ത് ഉണ്ടായിരിക്കും. ഇനി അടുത്ത ഗ്ലാൻഡാണ് സെമിനൽ വെസിക്കിൾ. അപ്പോൾ സെമിനൽ വെസിക്കിളിൻ്റെ ലൊക്കേഷൻ അറിയാം. ജസ്റ്റ് യൂറിനറി ബ്ലാഡറിനെ കവർ ചെയ്ത് വാസ് ഡിഫറൻസ് വരുമ്പോൾ ആ വാസ് ഡിഫറൻസ് ചെറിയൊരു ട്യൂബുലാർ ഗ്ലാൻഡുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതാണ് സെമിനൽ വെസിക്കിൾ. എ പെയർ ഓഫ് ട്യൂബുലർ ഗ്ലാൻഡ്സ് ആർ ലൊക്കേറ്റഡ് അറ്റ് ദ ബാക്ക് ഓഫ് ദ യൂറിനറി ബ്ലാഡർ. അപ്പോൾ ഇതിൻ്റെ മേജർ ഫങ്ഷൻ എന്ന് പറയുന്നത് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിൻ്റെ മേജർ ഷെയർ എന്ന് പറയുന്നത് സെക്രീറ്റ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. 2/3 സെമൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് സെമിനൽ വെസിക്കിളാണ്. അപ്പോൾ സ്പേമിന് വേണ്ടിയിട്ടുള്ള നറീഷ്മെൻറ്റ് സെമൻ എന്ന് പറയുന്ന ഫ്ലൂയിഡിനകത്ത് ഉണ്ട്. സ്പേമിന് പ്രോപ്പറായിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജി കൊടുക്കുന്ന ഫ്രക്ടോസ് പോലെയുള്ള കമ്പോണൻസ് ഈ സെമിനൽ വെസിക്കിൾ സെക്രീറ്റ് ചെയ്യും. ഇനിയുള്ളതാണ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. ഇപ്പോൾ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൻ്റെ പൊസിഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് യൂറിത്ര സ്റ്റാർട്ട് ചെയ്യുന്ന ആ പർട്ടിക്കുലർ പോയിന്റിലാണ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൻ്റെ ഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ബൾബോ യൂറിത്രൽ ഗ്ലാൻഡിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിസ്കസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡിനെ ഇത് സെക്രീറ്റ് ചെയ്യും. അതിൻ്റെ ഫംഗ്ഷൻ 2 ഫംഗ്ഷൻ ഉണ്ട്. ഒന്ന്, ഈ സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് ഈ യൂറിത്ര എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ട്യൂബിലൂടെയാണ് സെമൻ റിലീസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്പേം ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ യൂറിത്ര യൂറിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്ന ഒരു ട്യൂബാണ്. അപ്പോൾ അവിടെ യൂറിൻ ട്രേസസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് അതിൻ്റെ സെക്രീഷൻ ഉപയോഗിക്കുന്നത്. ഒരു ഫംഗ്ഷൻ അതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വളരെ വിസ്കസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡിനെയാണ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്നത്. ഇത് സെക്ഷുവൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത് പെനിസിനെ ലൂബ്രിക്കേറ്റ് ചെയ്യും. അത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ട് അബ്രേഷൻസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ കാരണമാകും. വളരെ പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ നടക്കും. ഇനി നമുക്ക് സെമൻ എന്താണെന്ന് നോക്കാം. സെമൻ ഈസ് ആൻ ഓർഗാനിക് ഫ്ലൂയിഡ് ദാറ്റ് മേ കണ്ടെയ്ൻ സ്പേം. അപ്പോൾ ഫെർട്ടൈലായിട്ട് നോർമലായിട്ട് സ്പെർമാറ്റോജെനസിസ് സ്പേമിൻ്റെ ട്രാൻസ്ഫറൊക്കെ നടത്താൻ കേപ്പബിലിറ്റി ഉള്ള ഇൻഡിവിജ്വലിൽ സെമിനൽ വെസിക്കിളും പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ബൾബോ യൂറിത്രൽ ഗ്ലാൻഡും ഒക്കെ സെക്രീറ്റ് ചെയ്യുന്ന ആ സെക്രീഷൻസിൻ്റെ കൂടെ സ്പേമും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കളക്റ്റീവ് ഫ്ലൂയിഡിനെയാണ് നമ്മൾ സെമൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് എ മീഡിയം ഫോർ ദ സർവൈവൽ ഓഫ് സ്പേംസ്. സ്പേമിന് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള കമ്പോണൻസ് സെമൻ എന്ന് പറയുന്ന ആ ഫ്ലൂയിഡിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ ന്യൂട്രിറ്റീവായിട്ടുള്ളൊരു ഫ്ലൂയിഡാണ് സെമൻ. അപ്പോൾ ഇതിനകത്ത് വരുന്നത് സ്പേം, അതുപോലെ തന്നെ ചില എൻസൈംസ്, ദെൻ ഫ്രക്ടോസ് പോലെയുള്ള ഷുഗേഴ്സ്. അപ്പോൾ ഈ ഫ്രക്ടോസാണ് സ്പേമിൻ്റെ മോട്ടിലിറ്റിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്രക്ടോസ് പോലെയുള്ള ഷുഗേഴ്സ് എനർജി സോഴ്സസ് എവിടെ കാണും? സെമനകത്ത് ഉണ്ടായിരിക്കും. ഇജാക്കുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഡിസ്ചാർജ് ഓഫ് സെമൻ. സെമനെ പെനിസിലൂടെ റിലീസ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇജാക്കുലേഷൻ. അപ്പോൾ ഇജാക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കണമെങ്കിൽ പെനിസിലുള്ള ടിഷ്യൂ ഹാർഡായിട്ട് മാറണം. അതായത് ഇറക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കണം. അപ്പോൾ ഇറക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ലെങ്കിൽ ഈ ഫീമെയിലിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് കൃത്യമായിട്ട് സെമനെ റിലീസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ആ സമയത്ത് ആ പീനൈൽ ടിഷ്യൂ ഹാർഡായിട്ട് മാറുന്നത്. ഇറക്ഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റമാണ്. ഇനി ഫൈനലായിട്ട് സെമനെ സെക്ഷുവൽ ക്ലൈമാക്സിൽ
റിലീസ് ചെയ്യുന്ന പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്നത് സിമ്പതറ്റിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ.